ഹലോ, ധനുസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ട് ഇന്ന് ഒരു ക്യാരറ്റ് കൊണ്ട് രസം ഉണ്ടാക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന രസത്തിനെക്കാട്ടിലും ഹെൽത്തിയാണ്, കുറച്ച് ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ പിന്നെ ചോറ് വെച്ചതിൻ്റെ കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളത്തിന് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കില്ലേ, അധികം കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളം, ചെറിയ ചൂടുള്ള അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് എക്സ്ട്രാ വെള്ളം കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിർത്താൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. 5 ചെറിയ ഉള്ളി. ഇനി നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ കഷ്ണമാണ്. 1/2 സ്പൂണോളം കുരുമുളക്, 1/2 സ്പൂണോളം മല്ലി, 1/2 സ്പൂണോളം ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതാ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് വെള്ളം മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ രസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ചതച്ചെടുക്കാറ്. ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ക്യാരറ്റ് മതിയാവും കേട്ടോ. അത് നല്ലോണം ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കടായി നമുക്ക് സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളക് ഒരു 5 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റിന് ചെറിയൊരു പച്ചമണം ഒന്ന് മാറി വരണേ. അതിനായിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളകും അങ്ങനെയുള്ള എല്ലാ കൂട്ടുകളും, പിന്നെ 2 തണ്ട് കറിവേപ്പില, തക്കാളി, ഒരു മീഡിയം തക്കാളി വലുതായി അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലോണം ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. അധികം ഒന്നും തക്കാളി ഉടഞ്ഞിട്ടില്ല, എന്നാൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരികയും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം ഒരു 1/4 സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കായമാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് പുളി പിഴിഞ്ഞ വെള്ളം, അതിൻ്റെ കൂടെ തന്നെ 1 കപ്പോളം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രസം കുറച്ച് ലൂസിലല്ലേ ഇരിക്കുക. 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്നവരെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അതാ ചെറിയ തിളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് വെള്ളം എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മസാല കൂട്ടിയെടുത്താൽ മതി. ഇനി ചെറുതായിട്ട് തിള വരുന്ന ഈ ഒരു സമയത്ത് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണേ. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ എന്നും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബാക്കി എല്ലാ തരത്തിലും നമ്മൾ രസം ഉണ്ടാക്കാറില്ലേ, ഇതിൽ തന്നെ ഞാൻ ബീറ്റ്റൂട്ട് രസം, നമ്മൾ സാധാരണ രസം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇനി ഇതിനെ നമുക്ക് വറുത്തിടൊന്നും വേണ്ട കേട്ടോ, താളിച്ചിടൊന്നും വേണ്ട. നമ്മുടെ രസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് ഞാനിവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.